ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ പ്രയറാണ്. റിലീസ്, ഇൻസ്റ്റിങ്ക്റ്റ് വന്നിട്ടുണ്ട്, ഗോസിപ്പ്, മിറക്കിൾ. ക്വസ്റ്റാണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്കിതിൽ ഗൈഡൻസ് കൂടി നോക്കാം എന്താണ്. ലോഡാണ് വന്നിട്ടുള്ളത്, ആരോ, നൈറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് പ്രയർ എന്ന് പറയുന്ന കാർഡാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ ദൈവത്തോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ദൈവം കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ആ കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടാതെ പോകുന്നത് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ചോദിക്കണ ഒരു കാര്യം, നിങ്ങൾ എന്താണോ ഭഗവാനോട് അല്ലെങ്കിൽ ദൈവത്തോട് നിങ്ങൾ ചോദിക്കുന്നത്, ആ ചോദ്യത്തിൻ്റെ ഒരു വലിയ ബ്ലോക്ക് നിങ്ങൾ തന്നെയാണെന്നാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യണത്? നിങ്ങൾ പഴയ വേദനയും അറ്റാച്ച്മെൻറ്റും ഈ അതൊക്കെ നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ വിട്ട് കളയാനുള്ള കാര്യങ്ങൾ വിട്ട് കളയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തരേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല. ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ഈ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. ബ്ലോക്ക് എനർജി ഉണ്ടാക്കുന്നത് മറ്റൊരാളാണെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കും, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചിലപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കും. ഇതിൽ ചില അറ്റാച്ച്മെൻറ്റുകളാണ് നിങ്ങളെ ബ്ലോക്ക് ഉണ്ടാക്കണേന്നാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അതില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരു ഒരു തോന്നൽ, അല്ലെങ്കിൽ അത് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് തന്ന വേദന. അപ്പോൾ ഈ പേടി, വിട്ടുപോകുമോ എന്നുള്ള ഭയം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കണേന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇത് ഈ ഒരു അറ്റാച്ച്മെന്റ് വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ അത് ഒരു ആൻസർ വരാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിനുള്ള സ്പേസ് ഇല്ല എന്നാണ് കാണുന്നത്. നമുക്ക് ഇത് കുറേ കാര്യങ്ങൾ ഇത് ആൾറെഡി വെച്ചിട്ടുണ്ട്, അപ്പം സ്പേസ് ഇല്ല. നമ്മളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അടുത്ത ദൈവം തരുന്ന കാര്യത്തിന് വെക്കാനുള്ള സ്ഥലം നമ്മളുടെ മുന്നിലില്ല. അപ്പം അതുകൊണ്ടത് കാണാനും പറ്റൂല, അത് തരയില്ല. അപ്പം അത് മനസ്സിലാക്കുക. ഇതിൽ ഇത് രണ്ടും കൂടെ പറയണത്, നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ഫലമൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടു, പക്ഷെ അത് ദൈവം ഫലം തരാൻ പറ്റണില്ല, നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് വിട്ട് കളയേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ട് കളയുക. പിന്നെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സോള് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിനെ സെൽഫ് ഡൗട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു മെസ്സേജ് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളെപ്പോഴും പുറത്തിങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നു. അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നു. നമ്മൾ എപ്പോഴും പുറത്തുള്ള ആൾക്കാരുടെ അഭിപ്രായം മാത്രം ചോദിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, പുറത്തുള്ള ആൾക്കാർ അവരവരുടെ
ഇമോഷൻ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളുടെ സിറ്റുവേഷൻ സെയിം അല്ല. നമ്മളുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കാം, വ്യക്തികൾ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ പക്ഷേ അവർ പറയുന്നത് അവരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്കത് മാച്ച് ആകണം എന്നില്ല. നിങ്ങൾ ഇപ്പോഴും ഗോസിപ്പ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ പുറത്തുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ നിങ്ങളെക്കുറിച്ച് സ്റ്റോറീസ് ഉണ്ടാക്കും. അത് കേട്ടിട്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ ഇനി അവരങ്ങനെ പറഞ്ഞല്ലോ, അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ഇതിൽ നിങ്ങളുടെ സ്റ്റോറി എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. ഇത് നിങ്ങളൊരു കാര്യം, ഒരു അഭിപ്രായം വേറൊരാളിനോട് ചോദിച്ചാൽ അവർ പറയുന്നത് അവരുടെ അഭിപ്രായവും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് സ്റ്റോറി ഉണ്ടാക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ആരോടും പറയാൻ പോകരുത്. നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ഗോസിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അപ്പം ഇതിൽ നമ്മളുടെ സത്യം നമുക്കറിയാം. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ പോകണ്ട. നമ്മൾ ഒരു മനുഷ്യരെയും ബോധ്യപ്പെടുത്താൻ പോകണ്ട. ഈ ബോധ്യപ്പെടുത്താൻ പോകുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നത്. നമ്മളുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോകും. കാരണം നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരോട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അവർക്ക് സ്വയം ബോധ്യപ്പെടാതെ ഒരിക്കലും അവരത് വിശ്വസിക്കില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിലാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ പറയുന്നതൊന്നും അവരിപ്പോൾ തൽക്കാലം വിശ്വസിക്കാൻ പോകണില്ല. നിങ്ങൾ ഇത് എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുന്നത്, ആ ഒരു വ്യക്തി എന്തോ ചിന്തിക്കട്ടെ, എനിക്കത് അറിയണ്ട. അത് എൻ്റെ സത്യം എനിക്കറിയാം. മറ്റുള്ളവർ പറയുന്നത്, അപ്പം നിങ്ങളെക്കുറിച്ചും ഒരുപാട് ഗോസിപ്പ് പറയുന്നുണ്ടായിരിക്കും ആൾക്കാർ. ഇത് ഗോസിപ്പ് കേട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ആണെന്ന് തോന്നുന്നു കൂടുതൽ. ഈ അടുത്തപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളറിയാത്ത കാര്യങ്ങൾ, നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ടായിരിക്കാം. അത് കേട്ട് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു എനർജി നിങ്ങൾ എടുക്കാൻ പോകാതിരിക്കുക. നിങ്ങളുടെ സത്യത്തിൽ മാത്രം നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുന്നു, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നു. നിങ്ങൾ അയ്യോ അതെന്തായിരിക്കും അവർ പറയുന്നത് എന്നെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അവരെന്തായിരിക്കും പറയണം, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു നന്മയല്ല വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ഈ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സത്യം, ആ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കാരണം തെറ്റിദ്ധാരണകൾ വളർത്തുന്നത് പുറത്തുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പുറത്തുള്ള അഭിപ്രായങ്ങളാണ്. അത് നിങ്ങൾ വിട്ടേക്കുക എന്നാണ് കാണുന്നത്. അടുത്ത് മിറക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾ വരാനുള്ളൊരു സമയമായി. അപ്പം ആ ഒരു മിറക്കിളിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ വരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ദൈവത്തോടായിരിക്കും ഇത് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയിപ്പോയത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മറ്റുള്ളവർ ഇങ്ങനെ പറയുന്നത്, എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായത്, ഇതൊക്കെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു മിറക്കിൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ഡിവൈൻ നിങ്ങളോട് പറയുന്നതാണ് ഇതിലൊരു മിറക്കിൾ സംഭവിക്കും. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് നിങ്ങൾ കരുതാത്ത രീതിയിൽ, നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ അതിനെ നമ്മൾ മിറക്കിൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ടുവരും എന്നാണ് കാണുന്നത്. അതിൽ നിങ്ങൾ ഇപ്പം വിചാരിക്കണത് അയ്യോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ വഴിമുട്ടിയിരിക്കുകയാണല്ലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയേ അല്ല എന്നാണ്. നിങ്ങൾ ശരിയായ വഴിയിലാണ് പോണത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ദൈവം അറിയാം, നിങ്ങളുടെ കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ ഈ റിലീസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യണോണ്ട് മാത്രമുള്ള പ്രശ്നമാണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വിളിയെ, ഒരു ഇന്നർ കാളിങ്, അത് നിങ്ങൾ
ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചാലാണ് നമ്മളുടെ വഴി എങ്ങോട്ട് പോകണതാണ്, നമുക്ക് എന്താണ് വരണത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുള്ളതാണ്. ഇതില് നിങ്ങളുടെ വോയിസിനാണ് ഇവിടെ പ്രാധാന്യം. നിങ്ങൾ മറ്റ് പുറത്തുള്ള ആൾക്കാരുടെ ആ ഒരു കാര്യം കേൾക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഡീപ്പായിട്ടുള്ളൊരു ഡിവൈൻ കണക്ഷൻ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ ആൾക്കാരാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മൾ ഡിവൈൻലി കണക്റ്റഡ് ആണ്. അപ്പോൾ ദൈവത്തിന് തന്നെ നമ്മളോട് ഡയറക്റ്റായിട്ട് മറുപടി പറഞ്ഞു തരാൻ പറ്റും. ഇതെല്ലാം നമ്മളുടെ ഉള്ളിലാണ്. ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലാണ്. അപ്പം ആ ദൈവത്തിന് നമ്മളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഈ ഒരു സമയം വേണം എന്നാണ് ഇതിൽ പറയണത്. അടുത്ത് ലോഡാണ് വന്നിട്ടുള്ളത്. ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റിയാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിന്റെ ചാർജ് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ഇത് മറ്റാരിലും കൊടുത്തിട്ടിരിക്കരുത്. നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ ഒരു അധികാരമോ ഒന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ വെച്ച് കൊടുക്കരുത്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിനു മുന്നേ ആരോയാണ് വന്നിട്ടുള്ളത്? സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പ്രൊട്ടക്റ്റീവ് എനർജിയാണ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് കേട്ടോ. നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യണം. ആവശ്യമുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ കൂടെ നിർത്തുക. ആവശ്യമില്ലാത്ത ആൾക്കാരെ, നമുക്ക് നല്ലതല്ലെന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്. എല്ലാവരെയും വിശ്വസിക്കരുത് എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ ഒരു നെഗറ്റീവ് ആൾക്കാരിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒഴിവാക്കുക. നമുക്കറിയാം ഇവർ നമ്മളുടെ എനർജി ആയിട്ട് കണക്റ്റ് അല്ലെന്ന്. പക്ഷേ എന്നാലും അവർ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുകയും അങ്ങനെയൊന്നും അത് പതിയെ നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ആ ഒരു സംസാരം, നെഗറ്റീവായിട്ടുള്ള ടോക്സ് എല്ലാം ഒഴിവാക്കാനാണ് പറയുന്നത്. പിന്നെ നൈറ്റാണ് വന്നിട്ടുള്ളത്. ബി ബ്രേവ് ആൻഡ് ബി ഹോണസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് പറയാൻ നിങ്ങൾ പേടിക്കരുത് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ പവർ ഏറ്റെടുത്ത് നിങ്ങളുടെ എനർജി സംരക്ഷിച്ച് മുന്നോട്ട് പോകണം. നമ്മളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ വേറെ ഒരാളിലും കൊടുക്കാൻ പാടില്ല. കാരണം നമ്മളോട് നമുക്ക് ഉത്തരവാദിത്വം ഉള്ളതുപോലെ വേറെ ആർക്കും അത് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളുടെ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു ചാർജ് അത് നമ്മൾ എടുക്കണം. പക്ഷെ പല ആൾക്കാരും നമുക്ക് എതിർപ്പുമായിട്ട് വരാം. നിങ്ങൾ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതിനെ മാക്സിമം നമ്മളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ആൾക്കാരുമായിട്ട് മാത്രം നമ്മൾ കൂട്ടുകൂടുക, നമ്മൾ സംസാരിക്കുക. നമ്മളുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ എപ്പോഴും പുറകോട്ട് വലിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ മതിയാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സത്യസന്ധരായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനാണ്. നിങ്ങളുടെ സത്യം പറയാൻ നിങ്ങൾ മടിക്കേണ്ടതില്ല. നിങ്ങളുടെ സത്യം എന്താണോ അതിൽ മുറുകെ പിടിക്കുക, അത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പം ഇതിൽ നിങ്ങൾ വിട്ടുകളയേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ ബ്ലോക്ക്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. ഇനി നമുക്ക് ഭഗവാൻ എന്നുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടെ നോക്കാം. എന്താണ് ഭഗവാൻ എന്ന് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. സീക്ക് അപ്പോളജി വിത്ത് ഹോം യു ഹർട്ടാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അവരോട് ക്ഷമ പറയുക എന്നുള്ളതാണ് കേട്ടോ. ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പം ഒരുപാട് ആൾക്കാരെ വേദനിപ്പിക്കാം. നമ്മൾ പറയുന്ന തമാശകൾ പോലും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാം. നമ്മൾ വിചാരിക്കുന്നത് തമാശയാണ്, മറ്റുള്ളവരെല്ലാവരും തമാശയായിട്ട് എടുക്കും. പലരും പ്രാങ്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാങ്ക് ചെയ്തിട്ട് അവസാനം അത് വലിയ സർപ്രൈസ് കൊടുക്കും പലരും. അപ്പം ഈ പ്രാങ്ക് എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇതിപ്പം വിഷമിച്ചാലും ഇതിനേക്കാളും വലിയൊരു സർപ്രൈസ് ആണല്ലോ കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ ആ ആളിലുണ്ടാകുന്ന ആ ഒരു ഇമോഷൻ ഡയറക്റ്റ്ലി നിങ്ങളെ ബാധിക്കും. ഒരാളിനെ ഭയപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന ആ ഒരു എനർജി, ആ ഒരാളിനെ ആ ഒരു നിമിഷം ഉണ്ടാകുന്ന ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. അത് പിന്നെ നിങ്ങളിൽ അവരെ സന്തോഷിപ്പിച്ചെന്ന് വെച്ചത് മാറാൻ പോടില്ല. അപ്പോൾ മനസ്സിലാക്കുക, പ്രാങ്ക് ഒന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത് എന്നുള്ളതാണ്. അതൊരു കാർമികമായിട്ട് നിങ്ങളിൽ കിടക്കും. അതെപ്പോഴും ആ ഒരു അങ്ങനത്തെ കർമ്മങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ആരെങ്കിലും വേദനിപ്പിച്ചതായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ
നിങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുക. ഇപ്പം ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരോട് പറയാം, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തരിക എന്ന് പറയാം. അവരോട് മാപ്പ് ചോദിക്കാം. അവർക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് നിങ്ങൾക്ക് ബ്ലെസ് ചെയ്യാം. അപ്പോൾ അതോടുകൂടി ആ ഒരു കാര്യം മാറും. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് വരുന്നത് ചിലപ്പം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം, പാസ്റ്റ് കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഈ പ്രസൻറ്റിൽ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കർമ്മ റിലീസ് ചെയ്യാൻ നല്ലതാണെന്നാണ് കാണുന്നത് കേട്ടോ. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.